Good morning, students. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. First, we are going to study about colloids. So, what is a colloidal state? Thomas Graham, during his work on diffusion, find that certain substances, sugar, salt, acids and base, diffuse readily through a parchment membrane. Others, such as gelatin, albumin, glue, etc., diffused at very slow rate. The substances belonging to the formal category, which generally exist in crystalline state, were called crystalloids, while the substances belonging to the secondary category given the name colloids. അതായത് ഈ തോമസ് ഗ്രഹാം അദ്ദേഹത്തിൻ്റെ ഡിഫ്യൂഷനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുന്ന സമയത്ത് കുറച്ച് സബ്സ്റ്റൻസ്, അതായത് ഷുഗർ, സോൾട്ട്, ആസിഡ്സ് പോലെയുള്ള സബ്സ്റ്റൻസ് ഒരു പാർച്ച്മെൻറ്റ് മെംബ്രെയിനകത്ത് കൂടെ പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ആവുന്നു. ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെ അദ്ദേഹം ക്രിസ്റ്റലോയിഡ്സ് എന്ന് വിളിച്ചു. അതേസമയം ജെലാറ്റിൻ, ആൽബുമിൻ, ഗ്ലൂ പോലെയുള്ള ചില സബ്സ്റ്റൻസ് വളരെ സ്ലോ റേറ്റിലാണ് ഇത്തരത്തിൽ ഡിഫ്യൂഷനിൽ ഏർപ്പെട്ടത്. സോ ദേ വെർ കോൾഡ് colloids. The same substance may show colloidal behavior at one time and crystalloid behavior at another time depending upon the prevail conditions. ചില സമയത്ത് ഒരേ സാധനം തന്നെ ചില സമയങ്ങളിൽ കൊളോയിഡ് ആയിട്ടും ചില സമയത്ത് ക്രിസ്റ്റലോയിഡ് ആയിട്ടും ബിഹേവ് ചെയ്യും. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ടൈം. ഓക്കെ, അവർ നിൽക്കുന്ന ആ കണ്ടീഷൻ്റെ ടൈം അനുസരിച്ച് ഇതിന് മാറ്റം വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സോപ്പ് വാട്ടറിലുള്ള സമയത്ത് അത് പെട്ടെന്ന് ഡിഫ്യൂസ് ആവില്ല. സ്ലോലി ആണ്, അതായത് പതുക്കെ മാത്രമേ സ്പാരിംഗ്ലി മാത്രമേ സോല്യബിൾ ആവുള്ളൂ. അതപ്പം കൊളോയിഡൽ ക്യാരക്ടറാണ് വാട്ടറിൽ കാണിക്കുക. പക്ഷേ ആൽക്കഹോളിൽ എളുപ്പം സോല്യബിൾ ആവും, ബിക്കോസ് ദേ ആർ ആക്ടിങ് ആസ് ക്രിസ്റ്റലോയിഡ്സ് ഇൻ ആൽക്കഹോൾ. അതാണ് രണ്ടും ഡിഫറൻസ്. ഇനി പല ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Finely divided particles of any substance, ഒരു 1 to 1000 നാനോമീറ്ററിനകത്തുള്ള ഡയമീറ്ററിലുള്ള ഫൈൻലി ഡിവൈഡഡ് പാർട്ടിക്കിൾസിനെ ഏത് മീഡിയത്തിലുള്ള സബ്സ്റ്റൻസ് ആയാലും നമ്മൾ അതിനെ കൊളോയിഡൽ സിസ്റ്റം എന്ന് വിളിക്കും. കൊളോയിഡൽ സിസ്റ്റം ഇസ് ദസ് ടു ഫേസ് സിസ്റ്റം. ഒരു ടു ഫേസ് സിസ്റ്റം ആയിരിക്കും. അതിനകത്തൊരു ഡിസ്പേർഷൻ മീഡിയം ഉണ്ടാവും, in which extremely minute particles lying within the colloidal range of a second substance termed as dispersed phase. അതായത് ഒരു കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നതിന് എന്താ കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു 1 to 1000 നാനോമീറ്റർ റേഞ്ചിലുള്ള ഒരു സബ്സ്റ്റൻസ് ഒരു മീഡിയത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊളോയിഡൽ സിസ്റ്റം എന്ന് വിളിക്കും. ഈ കൊളോയിഡൽ സിസ്റ്റത്തിലെ രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന് ഡിസ്പേർഷൻ മീഡിയവും ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസും. ഈ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് എക്സ്ട്രീംലി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതിനകത്തുള്ള മറ്റേ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ഇനി ഓരോരോ അതായത് മൂന്ന് നമുക്കറിയാലോ, ഗ്യാസ്, ലിക്വിഡ്, അതുപോലെ സോളിഡ്. അതായത് ഓരോ സ്റ്റേറ്റിനും മാറ്റം വരുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സാമ്പിൾ ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗ്യാസ് ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസും ആവുമ്പോൾ ഉള്ള എക്സാമ്പിൾസ് ആണ് ക്ലൗഡ്, മിസ്റ്റ്. ഗ്യാസ് ഡിസ്പേർഷൻ മീഡിയവും സോളിഡാണ് ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ്. ആ ഒരു കണ്ടീഷൻ വരുന്നതിന് എക്സാമ്പിളാണ് സ്മോക്ക്. ഇതേപോലെ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസ് ആകുമ്പോഴുള്ള എക്സാമ്പിൾസും അങ്ങനെ എല്ലാ സ്റ്റേറ്റിലുള്ള എക്സാമ്പിൾ, അതായത് ഗ്യാസ്, ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്. ഗ്യാസ് വരുന്നില്ല. ലിക്വിഡ് ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് സോളിഡ് ഉണ്ട്, സോളിഡ് ഗ്യാസ് ഉണ്ട്, സോളിഡ് ലിക്വിഡ് ഉണ്ട്, സോളിഡ് ഉണ്ട്. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ ടുഡേസ് ക്ലാസ് വർക്കേഴ്സ് സ്റ്റഡി ദിസ് ബൈ ഹാർട്ട് ബൈ റൈറ്റിംഗ് ദെം. എത്ര തവണ എഴുതണം എന്നുള്ളത് യു മേ ഡിസൈഡ്, ബട്ട് ഐ നീഡ് എവ്രി വൺ ടു സ്റ്റഡി ദിസ് ടേബിൾ ബൈ ഹാർട്ട്. ഓക്കെ, നൗ ദ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സിസ്റ്റം. ഫസ്റ്റ് വൺ ഇസ് ഹെട്രോജിനസ് ക്യാരക്ടർ. കൊളോയിഡൽ സിസ്റ്റം ട്രൂ സൊല്യൂഷൻസിന് മാതിരിയല്ല, അവർ ഹെട്രോജിനസ് ക്യാരക്ടർ, അതായത് രണ്ട് ഫേസ് ഉണ്ട്. ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്. അപ്പോൾ രണ്ട് ക്യാരക്ടറാണ് കാണിക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇസ് ഡിഫ്യൂസബിലിറ്റി. അത് ഡിസ്പേഴ്സൽ ഫേസ് പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യില്ല. ഓക്കെ, ഏത് തരത്തിലുള്ള മെംബ്രെയിനിലൂടെ ആയാലും ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉള്ള ഡിസ്പേഴ്സൽ ഫേസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡിസ്പേഴ്സൽ ഫേസ്.
ആ ഡിസ്പേഴ്സൽ ഫേസ് എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് ഡിഫ്യൂസ് ആവില്ല. സോ ദാറ്റ് ഈസ് ദ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഡിഫ്യൂസബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഫിൽറ്ററബിലിറ്റി. The colloidal particles readily pass through ordinary filter paper along with any dissolved material. This is because ever the finest filter paper have pores bigger than the colloidal dimensions. ഈ ഓർഡിനറി ഡിസോൾവ്ഡ് മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമുക്ക് സാധാരണ ഒരു ഫിൽറ്റർ പേപ്പറിനകത്ത് കൂടെ കടത്തിവിടാൻ പറ്റും. കാരണം എന്താ? കാരണം ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഫിൽറ്റർ പേപ്പറിൻ്റെ പോർസ് പോലും ഹോൾസ് പോലും കൊളോയിഡൽ ഡയമെൻഷൻസിൻ്റെ േക്കാൾ കൂടുതലായതുകൊണ്ട് ഏറ്റവും താഴെ ഫൈനസ്റ്റ് ആയി കിടക്കുന്ന ഫിൽറ്റർ പേപ്പറിനകത്തുകൂടെ പോലും കൊളോയിഡൽ പാർട്ടിക്കിൾ പാസ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. കൊളോയിഡൽ ഡിസ്പേർഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ്. ദാറ്റ് ഇറ്റ് ഹാസ് ആൻഡ് ഇറ്റ് ക്യാൻ ക്യാരി ഇലക്ട്രിക് ചാർജ്. കൊളോയിഡൽ സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ക്യാരി ദ ഗിവൺ സെയിം ചാർജ്. ഒരു ചാർജ് കൊടുക്കുകയാണെങ്കിൽ ആ ചാർജ് തന്നെ എല്ലാ പാർട്ടിക്കിൾസും ക്യാരി ചെയ്യും. ആൻഡ് ദ ഡിസ്പേർഷൻ മീഡിയം, കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എല്ലാത്തിനും ഒരേ ചാർജ് ആണെങ്കിൽ ഡിസ്പേർഷൻ മീഡിയത്തിന് ഏതാണോ കൊളോയിഡൽ സിസ്റ്റത്തിലെ ചാർജ് അതിന് ഈക്വലൻ്റ് ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് ഫോർ? ഇറ്റ് ഈസ് ടു മേക്ക് ഇലക്ട്രിക്കലി ന്യൂട്രൽ. And the presence of similar charges or colloidal particles is largely responsible in giving stability. ഈ ഒരു ചാർജസ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റിക്കാണ്. കാരണം മ്യൂച്വൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഒരേ ചാർജസ് കാരണമുള്ള റിപ്പൽഷൻ ഫോഴ്സസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താണ് ഓപ്പോസിറ്റ് ചാർജസ് presence of similar charges or colloidal particles is largely responsible in giving stability to the system because the mutual force of repulsion between similarly charged particles prevent them from coagulating. ഒരേ ചാർജസിലുള്ള ആൾക്കാർ തമ്മിൽ ഇങ്ങനത്തെ റിപ്പൽഷൻ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അവരെ കൊയാഗുലേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓർ അഗ്രിഗേറ്റിംഗ് വെൻ ദേ കം ക്ലോസർ ടു വൺ another. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചാർജസ് വ്യത്യാസപ്പെടുന്നത്. ഇനി കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ് ചാർജിൻ്റെ പോൾസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഈ ഫിനോമിനനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് കണ്ടുപിടിക്കാനും ഈ ഒരു പ്രോപ്പർട്ടി വളരെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഇതും ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇതൊക്കെ 10 മാർക്സിന് സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പേർഷൻ മീഡിയത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണല്ലോ, വിച്ച് ആർ ഇൻ കോൺസ്റ്റൻറ്റ് മോഷനിലാണ് ലൈക്ക് മോളിക്യൂൾസ് ഇൻ ഗ്യാസസ്. അത് കാരണം ആ പാർട്ടിക്കിൾസ് തമ്മിലൊരു ബൊമ്പാർഡ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയത്തിനേക്കാൾ കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയതുകൊണ്ട് അവരുടെ മൂവ്മെൻറ്റ് മറ്റുള്ള മോളിക്യൂൾസിനേക്കാളും കുറച്ചും കൂടെ സ്ലോവർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അതിനാദ്യം നിങ്ങളിങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുക. ദാറ്റ് ഈസ് beaker in which colloidal solution is taken. Light beam is passing. ഓക്കെ, ടിൻഡൽ കോൺ ഇസ് ഓൾസോ പ്ലേസ്ഡ്. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ബീം ഓഫ് ലൈറ്റ് ട്രൂ സൊല്യൂഷനകത്ത് കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ആ പാത്തിൻ്റെ നേരെ തന്നെ നമ്മുടെ കണ്ണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷേ ഇതേ ബീം ഒരു കൊളോയിഡൽ ഡിസ്പേർഷനകത്ത് കൂടെ ആണ് പോകുന്നതെങ്കിൽ ഒരു ബ്രൈറ്റ് സ്ട്രീക്ക് ആയിട്ടൊരു വല്ലാത്ത വെളിച്ചം, ബ്രൈറ്റ് ആയിട്ടൊരു വെളിച്ചം പോലെ നമുക്കതിനെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ടിൻറ്റൽ ഇഫക്റ്റ് എന്ന് പറയുക. ആൻഡ് ഈ ഒരു ലൈറ്റിൻ്റെ പാസേജ് കാണുന്നില്ലേ വരച്ചിരിക്കുന്നത്, അതിനെ നമ്മൾ ടിൻറ്റൽ കോൺ എന്ന് വിളിക്കും. നെക്സ്റ്റ് വൺ ഈസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എല്ലാ കൊളോയിഡൽ ഡിസ്പേർഷൻസും വളരെ കുറവ് ഓസ്മോട്ടിക് പ്രഷറേ ഉണ്ടാവുള്ളൂ. അതിന് അതേപോലെ തന്നെ വെരി ലോ ഫ്രീസിങ് പോയിന്റ് ഡിസ്പേർഷനും ബോയിലിംഗ് എലിവേഷനേ ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ ഈസ് എഡ്സോപ്ഷൻ. സർഫസ് ഏരിയ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നല്ല എഡ്സോപ്റ്റീവ് പവർ ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ എബ്സോപ്ഷനും എഡ്സോപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. എഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിലേക്ക് വലിച്ചെടുക്കുന്നതിനെയാണ് എഡ്സോപ്ഷൻ എന്ന് പറയുക. എബ്സോപ്ഷൻ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് വലിക്കും. സോ കൊളോയിഡ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല സർഫസ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നന്നായി എഡ്സോപ്റ്റീവ് പവർ അതിനുണ്ട്.
ചില അയോൺസിന് അതേസമയം അബ്സോർപ്ഷൻ ചില അയോൺസിലെ നടക്കുള്ളൂ, മറ്റതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ മെനി പ്രോപ്പർട്ടീസ് വി സ്റ്റഡി? അബ്സോർപ്ഷൻ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ബ്രൗണിയൻ മൂവ്മെൻറ്റ്, electrical property, filterability, diffusibility, heterogeneous character. 1, 2, 3, 4, 5, 6 and 7 properties പഠിക്കണം കേട്ടോ. Now next one is stability of a colloid. നമ്മൾ ആ ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി എന്ന് വിളിക്കും. നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് നടുവിലുണ്ട്, ചുറ്റും നമ്മളിങ്ങനെ പോസിറ്റീവ് ചാർജിനെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഡിഫ്യൂസ്ഡ് ലെയർ എന്ന് പറയുക. സോ ഐ തിങ്ക് ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ബിക്കോസ് ഈ ഫിഗർ അത്ര ക്ലിയർ അല്ല. നിങ്ങൾക്ക് ഫിഗറും കൂടെ വെച്ച് കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഞാൻ ഈ സീറ്റ പൊട്ടൻഷ്യലും ഈ ഒരു സാധനവും ഈ ഒരു ഏരിയയും ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഫിഗർ വരച്ചിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കൊളോയിഡൽ ഡിസ്പേർഷൻസ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ്സ് ഉണ്ട്. കൊളോയിഡൽ ഡിസ്പേർഷൻ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, സോളിഡ് ഇൻ ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് ഇൻ ലിക്വിഡ് ഉണ്ട്, വാട്ടർ ഇൻ സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇങ്ങനെ 3 എണ്ണമാണ് കൊളോയിഡൽ. നമ്മൾ നേരത്തെ ഒരു ടാബുലാർ കോളം പഠിച്ചില്ലേ, ആ സെയിം സാധനത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇത്. കൊളോയിഡൽ ഡിസ്പേർഷൻ ഇൻ ലിക്വിഡ്. ഫസ്റ്റ് വൺ ഈസ് സോളിഡ് ഇൻ സോളിഡ്. ഒരു സോളിഡ് ഇൻ ഫസ്റ്റ് വൺ ഈസ് സോളിഡ് ഇൻ ലിക്വിഡ്. അത് 2 ടൈപ്പാണ് സാധാരണയായിട്ടുള്ളത്. ലിക്വിഡുമായിട്ട് സ്ട്രോങ്ലി ബൈൻഡ് ചെയ്യുന്നതും ലിക്വിഡായിട്ട് സ്ട്രോങ്ലി ബൈൻഡ് ചെയ്യാത്തതും. ലിക്വിഡായിട്ട് സ്ട്രോങ്ലി ബൈൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും, അതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ആൻഡ് ദേ ആർ കോൾഡ് ഹൈഡ്രോഫിലിക്, വാട്ടർ ലവിങ്, ആൻഡ് ദോസ് ദാറ്റ് ആർ നോട്ട് ഫോംഡ് അതിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക്, വാട്ടർ ഹേറ്റിംഗ് എന്ന് പറയാം. നമ്മൾ ഈ കൊളോയിഡൽ ഡിസ്പേർഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിനെ നമ്മൾ സോൾ എന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. കൊളോയിഡൽ സിസ്റ്റം ഇൻവോൾവിങ് ഡിസ്പേർഷൻ ഓഫ് വൺ ലിക്വിഡ് ഇൻ അനദർ. ആ കണ്ടീഷനെ നമ്മൾ എമൽഷൻ എന്ന് പറയും. സോളിഡ് ഇൻ ലിക്വിഡിനെ സോൾ എന്ന് പറയും, ലിക്വിഡ് ഇൻ ലിക്വിഡിനെ നമ്മൾ എമൽഷൻ എന്ന് പറയും. ഒബ്വിയസ്ലി ഈ 2 ലിക്വിഡും എന്തായിരിക്കണം? ഇമ്മിസിബിൾ ആയിരിക്കണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കണം 2 ലിക്വിഡും. ആൻഡ് ദ ഇമൽഷൻസ് ഓഫ് മോസ്റ്റ് ഇൻട്രസ്റ്റ് ആർ കമ്പോസ്ഡ് ഓഫ്, സാധാരണഗതിയിൽ നമ്മൾ ഇതിന് പറയുന്ന എക്സാമ്പിൾ ഓയിലിൻ്റെയും വാട്ടറിൻ്റെയും ആണ്. ഓയിൽ മേ ബി ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ഓർ വാട്ടർ മേ ബി ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ. അല്ലാതെ അവർ രണ്ടും തമ്മിൽ ഡിസ്പേർഷൻ മാത്രമേ നടക്കുള്ളൂ ഈ കൊളോയിഡ്സിൽ. നോ എനി ഡിസോൾവിങ് പ്രോപ്പർട്ടി ഈസ് ബീങ് ഹാപ്പൻഡ്. സോ എല്ലാ ഇമൽഷൻസും അതിനകത്തുള്ള ഇമൽസിഫയിങ് ഏജൻസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ലിക്വിഡ് ഇൻ ലിക്വിഡിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ, ഒന്ന് വാട്ടർ ഇൻ ഓയിലും ഉണ്ട്, ഓയിൽ ഇൻ വാട്ടറും ഉണ്ട്. വാട്ടർ ഇൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇമൽഷൻസ് ആർ ക്വൈറ്റ് കോമൺ ഇൻ പെട്രോളിയം ഇൻഡസ്ട്രീസിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് കാണുക. ഇതിനെ നമുക്ക് ആ 2നെയും തമ്മിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ആ ഒരു ഡിസ്പേർഷനെ തമ്മിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയാൽ മതി. ആൻഡ് സച്ച് ട്രീറ്റ്മെൻറ്റ് ഇസ് പ്രാക്ടിക്കൽ because of the value of oil that can be recovered. ഓയിൽ റിക്കവർ ചെയ്യുന്ന വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രാക്ടിക്കലാണ്. ഇനി ഓയിൽ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ യൂഷ്വലി മിൽക്കി വൈറ്റ് ഇൻ അപ്പിയറൻസ്. ഓയിൽ വെള്ളത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു മിൽക്കി വൈറ്റ് അപ്പിയറൻസ് ആണ് കാണുക. ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രീറ്റ്മെൻറ്റ് ടു ഇനാക്ടിവേറ്റ് ദ ഇമൽസിഫയിങ് ഏജൻറ്റ്. മറ്റേതിൽ ചൂടാക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? അവിടെ ആക്ട് ചെയ്യുന്ന ഇമൽസിഫയിങ് ഏജൻറ്റിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യണം. ദിസ് ഇനാക്ടിവേഷൻ മേ ബി അക്കംപ്ലിഷ്ഡ് ഇൻ എ വെറൈറ്റി, പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കെമിക്കൽ കൊയാഗുലൻ്റ് ഏജൻസ് ആയിട്ടുള്ള അലൂമിനിയം, ഫെറിക്, കാൽസ്യം സാൾട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് ഗ്യാസ് ഇൻ ലിക്വിഡ്. കൊളോയിഡൽ ഡിസ്പേർഷൻസ് ഇൻ ലിക്വിഡിലെ സോളിഡ് ഇൻ ലിക്വിഡ് പഠിച്ചു, സോൾ എന്ന് പറയും. ലിക്വിഡ് ഇൻ ലിക്വിഡിനെ എമൽഷൻസ് എന്ന് പറയും. അതിൻ്റെ 2 കാറ്റഗറി പഠിച്ചു. നെക്സ്റ്റ് വൺ ഇസ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ dispersion of gas bubbles in liquid are considered to be
കൊളോയിഡൽ ഇൻ ക്യാരക്ടർ റിഗാർഡ്ലെസ് ഓഫ് ദ ബബിൾ സൈസ്. ബബിൾ സൈസ് ഏതോ ആയിക്കോട്ടെ, നമ്മളതിനെ കൊളോയിഡൽ ആയിട്ട് തന്നെയാണ് ജനറലി കാറ്റഗറൈസ് ചെയ്യുക. ദെർഫോർ ഫോംസ് ഫോൾ ഇൻ ദിസ് കാറ്റഗറി. അതുകൊണ്ട് തന്നെ ഫോംസ് എന്ന് പറയുന്നതാണ് ജനറലി നമ്മളിതിനെ വിളിക്കുക. ഈ സോളും എമൽഷനും പോലെ ഇവരെ വിളിക്കുക ഫോംസ് എന്നാണ്. ആൻഡ് ഡിസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി അക്കംപ്ലിഷ് ചെയ്യാൻ 2 രീതികളുണ്ട്. ഒന്ന് ആൻറ്റി ഫോം സ്പ്രേ യൂസ് ചെയ്യാം, രണ്ടാമത്തേതായിട്ട് വാട്ടർ സ്പ്രേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താ, ഈ ഡിസ്പേർഷൻ ചെയ്ത് കിടക്കുന്ന ഒരു ഓയിലും ഒരു ഗ്യാസ് ലിക്വിഡ് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നതിൽ ആ ഗ്യാസിനെയും ലിക്വിഡിനെയും തമ്മിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, അതാണ് ഈ ഓരോരോ ഇതിൻ്റെ കേസിലും അവസാനം പറയുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞ ഹീറ്റിംഗ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കൊളോയിഡൽ ഡിസ്പേർഷൻ ഇൻ എയർ. Colloidal dispersion in air. Dispersion of liquid and solids in air can cause significant ഈ ലിക്വിഡും സോളിഡും കൂടെ എയറിനകത്ത് ഡിസ്പേഴ്സ് ചെയ്യുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഈ എയർ പൊല്യൂഷൻ എന്ന് മിക്കപ്പോഴും പറയുന്നത്. അതിന് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൽ മാറ്റം വരുത്താൻ നല്ല സാധ്യതയുണ്ട്. അതും 2 രീതിയിലുണ്ട്. ഒന്ന് ലിക്വിഡ് ഇൻ എയർ ഉണ്ട്, പിന്നൊന്ന് സോളിഡ് ഇൻ എയർ. ലിക്വിഡ് ഇൻ എയറിന് എക്സാമ്പിൾസ് ആണ് ഫോഗ്, സ്മോഗ് ഒക്കെ. ഇതിൻ്റെയൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് എൻവയൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഫോഗ് കൺസിസ്റ്റ് ഓഫ് എ കൊളോയിഡൽ ഡിസ്പേർഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എയർ ഇൻ ഏരിയാസ്. എവിടെയാണ് കൂടുതലായിട്ടും സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡ്സ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ലിക്വിഡ് എയറിൽ ഡിസ്പേർഷൻ സംഭവിച്ച് ഫോഗ് ഉണ്ടാവുന്നത്. ആസിഡ് ഫോംസിലാണെങ്കിൽ സൾഫ്യൂറിക്കും നൈട്രിക് ആസിഡും ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും ഫോഗിൻ്റെ pH ലോ ആസ് 2, അപ്പം നമുക്കറിയാം അസിഡിക് കണ്ടീഷനിലായിരിക്കും അത് ഉണ്ടാവുക. ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഫോഗ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയും. ഫോഗ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഈ ഹൈഡ്രോ കാർബൺസും നൈട്രജൻ്റെ ഓക്സൈഡ്സും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ലിക്വിഡ് ഇൻ എയർ. ഫോഗ് ആൻഡ് സ്മോഗ് ആർ എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഇസ് സോളിഡ് ഇൻ എയർ. അതിന് സ്മോക്കും മറ്റുള്ള പെർട്ടിക്കുലേറ്റ് എയറോസോൾസും എക്സാമ്പിളാണ്. ഇനി അറ്റ്മോസ്ഫിയറിക് പെർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻ ജനറൽ is of increase in concern because the adverse, അത് വല്ലാതെ എയറിനെ എൻവയോൺമെൻറ്റിനെയും ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ നല്ലോണം കൺസേൺ ആണ് എല്ലാവരും അതിനെക്കുറിച്ച്. ഫൈൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ, അതായത് ഏകദേശം 0.1 to 1 മൈക്രോമീറ്റർ ഡയമീറ്റർ ഒക്കെ ഉള്ളത് എയർ വിസിബിലിറ്റീനെ ബാധിക്കുന്നതാണ്. ഒരുപാട് അഡീഷണൽ കൈൻഡ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ട്. അതായത് ഡസ്റ്റ്, ഡേർട്ട്, സ്മോക്ക്, ഇതൊക്കെ ഈ പറയുന്ന ഫാക്ടറീസ്, ഇൻസിനറേറ്റേഴ്സ് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പുറത്തേക്ക് തള്ളപ്പെടുന്നത്. ഓക്കെ, ഇതിനെയൊക്കെ നമ്മൾ കോമൺലി സ്മോക്ക് എന്ന് വിളിക്കും. ഇതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രെസിപ്പിറ്റേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം സ്മോൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ പെട്ടെന്നൊന്നും സെറ്റിൽ ചെയ്യില്ല, അത് കുറേ കാലത്തോളം ഈ എയറിൽ ഇങ്ങനെ റിമെയിൻ ചെയ്യും. ഓക്കെ, സോ ഈ 2 കൊളോയിഡൽ ഡിസ്പേർഷൻ ഇൻ എയറും ഇൻ ലിക്വിഡും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോളിഡ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ഇനി നെക്സ്റ്റ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്, അറിയാലോ, ലയോഫിലിക്കും ലയോഫോബിക്കും. സബ്സ്റ്റൻസസ്, ഈ പ്രോട്ടീൻസ്, സ്റ്റാർച്ച്, റബ്ബർ പോലെയുള്ള സാധനങ്ങൾക്ക് മോളിക്യൂൾസിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. ലോവർ ലിമിറ്റ് കൊളോയിഡൽ റേഞ്ചിൻ്റെ ഏറ്റവും ലോവർ ലിമിറ്റിന് ലാർജ് ഇനഫ് ടു ബി ക്ലോസ് ടു ദി ലോവർ, അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ലാർജ് ഇനഫ് ടു ബി ക്ലോസ് ടു ദി ലോവർ ലിമിറ്റ് ഓഫ് കൊളോയിഡൽ റേഞ്ച്. ഇത് കൊളോയിഡൽ സ്റ്റേറ്റിനകത്ത് കൂടെ പാസ് ചെയ്യും ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനത്തെ എല്ലാ കൊളോയിഡ്സിനെയാണ് നമ്മൾ ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറയുക. ദീസ് കൊളോയിഡ്സ് ഹാവ് സ്ട്രോങ് ഇൻറ്ററാക്ഷൻ, ഡിസ്പേർഷൻ മീഡിയ ആയിട്ട് നല്ല ഇൻറ്ററാക്ഷൻസ് ഉണ്ടാവും, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. ഇതിനെ നമ്മൾ റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് കൂടെ വിളിക്കും. ഈ ഡിസ്പേർഷൻ മീഡിയ ഇവോപ്പറേഷൻ നടക്കുമ്പം കിട്ടുന്ന റെസിഡ്യൂവിനെ വീണ്ടും നമുക്ക് പാസ് ചെയ്തിട്ട് കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് പാസ് ചെയ്യുകയും കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് പാസ് ചെയ്യാനും പറ്റും. സോ ദിസ് ഇസ് ലയോഫിലിക്. കുറച്ചും കൂടെ ലാർജർ മോളിക്യൂൾസ് ആയിരിക്കും ടു ബി ക്ലോസർ ടു ദി ലോവർ ലിമിറ്റ് ഓഫ് കൊളോയിഡൽ റേഞ്ച്. ഓക്കെ, സ്യൂട്ടബിൾ സോൾവെൻറ്റുമായിട്ട് മിക്സ് ചെയ്താൽ ഇതെപ്പോഴും കൊളോയിഡ് സ്റ്റേറ്റിലേക്ക് പാസ് ചെയ്യും. ഇതിനെയാണ് ലയോഫിലിക് എന്ന് പറയുക.
ഇത് കൂടുതലായിട്ടും ഡിസ്പേർഷൻ മീഡിയ ആയിട്ട് നല്ല ഇൻറ്ററാക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്നൊരു പേരുണ്ട്. ഇവോപ്പറേറ്റ് ചെയ്യുമ്പം ഈ ഡിസ്പേർഷൻ മീഡിയ ഇവോപ്പറേറ്റ് ചെയ്യുമ്പം റെസിഡ്യൂ വീണ്ടും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ് പാസ് ചെയ്യുക? ബൈ മിയർലി ആഡിങ് ലിക്വിഡ്. നെക്സ്റ്റ് വൺ ഇസ് ലയോഫോബിക് ലിക്വിഡ്സ്. സബ്സ്റ്റൻസസ് സ്പാരിംഗ്ലി വളരെ കുറവ് മാത്രം സോല്യൂബിൾ ആവുന്ന whereas the molecules are much smaller, lower colloidal ലിമിറ്റിനേക്കാൾ സ്മോളർ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉള്ളതിനെയാണ് ലയോഫോബിക് എന്ന് പറയുക. ഓക്കെ, ഇത് എന്നിട്ട് കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് മാറുക എങ്ങനെയാണ്? ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അപ്പം കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് ഡു നോട്ട് പാസ് ഇൻറ്റു പെട്ടെന്ന് തന്നെ കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് മാറില്ല. ഇവർ കുറേ സമയം എടുക്കും, ചെറുതാണല്ലോ മോളിക്യൂൾസ്. ലയോഫോബിക് കൊളോയിഡ്സ് നേരെ തിരിച്ചാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. ആൻഡ് ഇവാപ്പറേഷനിൽ കൂടെ കിട്ടുന്ന റെസിഡ്യൂ ഒരിക്കലും റീകൺവേർട്ട് ചെയ്യാൻ പറ്റില്ല കൊളോയിഡ്സ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇറിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് കൂടെ പറയും. സോ ഇതിൻ്റെ രണ്ടിനെയും കൂടെ പ്രോപ്പർട്ടീസിൽ തമ്മിലൊരു ഡിഫറൻസിയേഷൻ ആണ് നെക്സ്റ്റ് നടത്തിയിരിക്കുന്നത്. യു ക്യാൻ സീ ഹിയർ പ്രോപ്പർട്ടീസ് സർഫസ് ടെൻഷൻ ലയോഫിലിക്കിൽ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ മീഡിയം, മറ്റതിൽ യൂഷ്വലി സെയിം ആസ് ദാറ്റ് ഓഫ് ദ മീഡിയം. വിസ്കോസിറ്റി മീഡിയത്തിനേക്കാൾ കൂടുതലായിരിക്കും ലയോഫിലിക്കിൽ, ലയോഫോബിക്കിൽ മീഡിയത്തിന് സെയിം ആയിരിക്കും. വിസിബിലിറ്റി എന്ന് പറയുന്നത് അൾട്രാ മൈക്രോസ്കോപ്പിനകത്ത് കൂടെ നോക്കിയാൽ പോലും നമുക്ക് ലയോഫിലിക് കൊളോയിഡ്സിനെ കാണാൻ പറ്റില്ല. whereas the other one can be readily detected under ultra microscope. Migration in an electric field. ഇലക്ട്രിക് ഫീൽഡിനകത്താണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് മേ മൈഗ്രേറ്റ് ഇൻ ഏത് ഡയറക്ഷനിലും ഓർ നോട്ട് അറ്റ് ഓൾ ഇൻ എനി, ഒന്നുകിൽ രണ്ട് ഡയറക്ഷനിലും അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. മറ്റത് ഒന്നുകിൽ ആനോഡിനോടോ അല്ലെങ്കിൽ കാഥോഡിലേക്കോ മാത്രം മൈഗ്രേറ്റ് ചെയ്യും. ഇനി ആക്ഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, കുറച്ച് ക്വാണ്ടിറ്റി ഇലക്ട്രോലൈറ്റ്സ് അതിനകത്ത് ആഡ് ചെയ്താൽ എന്താണ്, ഹാവ് ലിറ്റിൽ ഇഫക്റ്റ്, മച്ച് ലാർജർ ക്വാണ്ടിറ്റീസ് ആർ നീഡഡ് ടു കോസ് പ്രസിപ്പിറ്റേഷൻ. ഒരുപാട് ക്വാണ്ടിറ്റീസ് വേണ്ടി വരും. പക്ഷേ മറ്റടുത്തോ കുറച്ച് ക്വാണ്ടിറ്റി എങ്കിലും ഇലക്ട്രോലൈറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ സംഭവിക്കും. റിവേഴ്സിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റിവേഴ്സിബിൾ കൊളോയിഡ്സ് ആണ് ലയോഫിലിക്, ലയോഫോബിക് ആർ ഇറിവേഴ്സിബിൾ. സോ ടുഡേയ്സ് ക്ലാസ് വർക്ക് ഫോർ യുവേഴ്സ്, നേരത്തെ പഠിച്ച ആ കൊളോയിഡൽ ഡിസ്പേർഷൻസിൻ്റെ ഒരു ടേബിൾ ഇല്ലേ, സോളിഡ് ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ഉള്ളത്, സോളിഡ് ലിക്വിഡ് ഉള്ളത്, ആ ടേബിളും ഈ ടേബിളും യു ഷുഡ് ഹാവ് ടു റൈറ്റ് ആൻഡ് സബ്മിറ്റ് ആസ് യുവർ ക്ലാസ് വർക്ക് ഫോർ ദ ഡേ. And the next one is destabilization and coagulation. ഈ കൊളോയിഡ്സിനെ നമുക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും ബൈ ടു അഗ്രിഗേറ്റ് ഓർ കയാഗുലേറ്റ് ഇൻ ടു ലാർജർ പാർട്ടിക്കിൾസ്. ഇത് ചെയ്യാൻ ബേസിക്കലി 4 മെത്തേഡ്സ് ആണുള്ളത് കൊയാഗുലേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് വൺ ഇസ് ഡബിൾ ലെയർ കംപ്രഷൻ. ഒരു ഹയർ കോൺസെൻട്രേഷൻ ഇലക്ട്രോലൈറ്റ് ഈ പറയുന്ന കൊളോയിഡൽ കോൺസെൻട്രേഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ within the electrical double layer. So I think this also I will take tomorrow because for the next class, because you know ആദ്യം എനിക്ക് ആ സീറ്റ പൊട്ടൻഷ്യലിൻ്റെ കാര്യം പഠിപ്പിക്കണം, എന്നാൽ മാത്രമേ ഇതൊന്നും കൂടെ ഒന്ന് ഈസി ആവുള്ളൂ. ഓക്കെ, കൊളോയിഡലിൻ്റെ ഈ മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ 4 ഇസ് ഫോർ ദ കൊയാഗുലേഷൻ. ഇനി ഈ പറയുന്ന കൊളോയിഡ്സിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 രീതി നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ബോയിലിംഗ് ഓഫ് ഹൈഡ്രോഫോബിക് കൊളോയിഡൽ സസ്പെൻഷൻ ഓഫൺ റിസൾട്ട്സ് ഇൻ കൊയാഗുലേഷൻ. നമ്മൾ നേരത്തെ എവിടെയോ പഠിച്ചിട്ടുണ്ട്, മുകളിൽ പഠിച്ചതാണ്. ഹൈഡ്രോഫോബിക്കും ഹൈഡ്രോഫിലിക്കും പഠിച്ചപ്പം ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എന്താ പറയുക, കൊളോയിഡിൽ നിന്ന് മാറ്റാൻ പറ്റും. സാധാരണ ഈ കെമിസ്ട്രിസൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽസിനെ ബോയിൽ ചെയ്യും to accomplish coagulation, but boiling is generally too expensive for the application in environmental engineering practice. This results increase kinetic velocities, permitting the particle to overcome the energy barriers that separate them. Next one is freezing. ഫ്രീസിങ്ങിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൊളോയിഡും ക്രിസ്റ്റലോയിഡും മെറ്റീരിയൽസും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് കണ്ടീഷനിലേക്ക് മാറാൻ ഫോഴ്സ് ചെയ്യാണ്. And as the colloidal suspensions becomes more concentrated, opportunity for close contact increases. Okay. Next one is addition of electrolytes. Electrolytes large amount add ചെയ്താൽ coagulation ഉണ്ടാവും. So the reason is that colloidal particles take up ions
ഓപ്പോസിറ്റ് ചാർജസും ഒക്കെ കൂടെ തമ്മിൽ ചേർന്നിട്ടാണ് ഈ പറയുന്ന കൊയാഗുലേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ സംഭവിക്കും, ലീഡിങ് ടു കൊയാഗുലേഷൻ. ഓക്കെ, സോ ആക്ച്വലി ഇത് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് കൊളോയിഡ്സിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? കൊയാഗുലേറ്റ് ചെയ്യുന്ന 4 മെത്തേഡ്സ് പറയുന്നു. ഇവിടെ കൊളോയിഡ്സ് എങ്ങനെ എന്താ പറയുക, ഡിസ്ട്രക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോലൈറ്റ് ബേരിയം ക്ലോറൈഡ് അല്ലെങ്കിൽ അലൂമിനിയം സൾഫേറ്റ് നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആർസനിക് സൾഫൈഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേരിയം അല്ലെങ്കിൽ അലൂമിനിയം അയോൺസ് പാർട്ടിക്കിൾസിൻ്റെ സർഫസിലേക്ക് വരും. ഇത് കാരണം അവിടെ ഒരു ന്യൂട്രലൈസേഷൻ ഉണ്ടാവും, അവിടുത്തെ സീറ്റ പൊട്ടൻഷ്യൽ കുറയും, ആൻഡ് കൺസിക്വൻ്റ്ലി പ്രസിപ്പിറ്റേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ഇഫ് ദ സെയിം ഇലക്ട്രോലൈറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിലേക്കാണ് ആക്കുന്നതെങ്കിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫൈറ്റ് അയോൺസ് സർഫസിലേക്ക് വന്നിട്ട് ന്യൂട്രലൈസ് ചെയ്യും. അവിടെ അപ്പോൾ സീറ്റ പൊട്ടൻഷ്യൽ കുറയും, അവിടെ കൊയാഗുലേഷൻ സംഭവിക്കും. സോ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ജനറലി ദ ഗ്രേറ്റർ ദ വാലൻസി, ഫ്ലോക്യുലേറ്റിംഗ് അയോൺസ് ആഡ് ചെയ്യുന്നതിൻ്റെ വാലൻസി കൂടുമ്പം പ്രസിപ്പിറ്റേഷൻ്റെ പവർ കൂടും. ഇതാണ് ഹാർഡി-ഷ്യൂൾസ് റൂൾ. ഇവിടെ കംപ്ലീറ്റ് ആക്കിയില്ല, ഹാർഡി-ഷ്യൂൾസ് റൂളാണ്. Thus, in the coagulation of negatively charged arsenic sulfide salt, flocculating power decreases in the order. അപ്പോൾ അതായത് ഈ ചാർജ് കുറയുന്നതിനനുസരിച്ച് ആണ് എന്ത് കുറയുക, കൊയാഗുലേഷൻ ചെയ്യുന്ന പവർ കുറയുക. അതേപോലെ തന്നെ കൊയാഗുലേഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജിൻ്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജിൻ്റെ കേസിൽ അങ്ങനെയും നെഗറ്റീവ്ലി ചാർജിൻ്റെ കേസിൽ ഇങ്ങനെയുമാണ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. So I think this is clear for you. Now thank you and have a nice day.